കിടക്കാറായില്ലേ ഹരിക്ക്? മനസ്സിനെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. നാളത്തെ കാര്യം ആലോചിച്ചിട്ടാവൂല്ലേ? എത്രയായാലും അവളെന്റെ അനിയത്തിയല്ലേ. ഒരു ആർഭാടവും ഇല്ലാതെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വെറുതെ ഒരാൾക്ക് കൈപിടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ മതിയെന്ന് അവള് തന്നെയല്ലേ വാശി പിടിച്ചത്? അതല്ല ഗൗരി, 501 പവന്റെ ആഭരണങ്ങളുമായി ഒരു വിവാഹത്തിന് തയ്യാറെടുത്തവളെ മനസ്സ. പെട്ടെന്ന് ഇങ്ങനൊരു മനമാറ്റം ഉണ്ടാകുമ്പോ അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണം ഉണ്ടാകണം. മനസ്സ് വായിക്കുന്ന യന്ത്രമൊന്നും എന്റെ പക്കലില്ല ഹരി. അതിന് യന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല ഗൗരി. സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ അവിടെ സ്നേഹമില്ല എന്നർത്ഥം. ഒരു ഭാഷയും പറയാത്ത കൈക്കുഞ്ഞിന്റെ മനസ്സറിയുന്നുണ്ടല്ലോ ഒരമ്മ. അവന്റെ കുഞ്ഞു ചുണ്ടിന്റെ ഒരു ഇളക്കമോ മുഖത്തിന്റെ ഒരു ചലനമോ വെച്ച് അവന്റെ ആവശ്യമോ സങ്കടമോ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കില്ലേ ഒരമ്മ? അതുപോലെ അങ്ങനെയാണെങ്കിൽ എളുപ്പം വായിക്കാൻ പറ്റുന്നത് മാനസയുടെ മനസ്സ് തന്നെയാ. ഹരി ഓർമ്മിക്കുന്നില്ലേ, ഏതാനും ആഴ്ച മുമ്പ് ഇതുപോലെ ഒരു കല്യാണ തലേന്ന് എന്തൊരു ആഹ്ലാദമായിരുന്നു എല്ലാ മനസ്സിലും. മാനത്തെ വെള്ളി നക്ഷത്രം പോലെയാ അന്ന് ഈ വീട് നിന്നത്. അന്ന് രാത്രിയിലും ഹരി കണ്ടിരുന്നില്ലേ അനിയത്തി കുട്ടിയെ? അപ്പോഴെങ്കിലും ആ മനസ്സൊന്ന് വായിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ നാണക്കേടിൽ പെടില്ലായിരുന്നു. ഈ രാത്രിയിലെങ്കിലും പഴംപുരാണത്തിന്റെ കെട്ടഴിക്കാതെ പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ. ഇറ്റ്സ് ഓക്കെ ഹരി, ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങാനെന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കാൻ. പറഞ്ഞില്ലേ അന്നത്തെ രാത്രി, അതിനുശേഷം ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ. ഉറങ്ങിയില്ലടാ മോനെ ഇതുവരെ? ഞാൻ എങ്ങനെ ഉറങ്ങുവ വെച്ചാ ഈ രാത്രി? എനിക്കറിയാമടാ മോനെ നിന്റെ സങ്കടം. ഓട്ടടാ അവള്. നാളെ അവളുടെ കല്യാണമല്ലേ അച്ഛാ? എന്തുമാത്രം സ്വപ്നം കണ്ടതാ ഞാൻ അവളെ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ സിദ്ധാർത്ഥൻ അവനല്ലേ എല്ലാം കുഴപ്പിച്ചത്. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ അച്ഛാ? തട്ടണ്ടാടാ, അവൻ ജീവിക്കണം. ചത്തതിനേക്കാൾ മോശമായി. നീ കേട്ടിട്ടില്ലേ ട്രോജൻ കുതിരയുടെ കഥ? ഒളിച്ചെടുക്കൽ നമുക്കുള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. നാളെ കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അങ്ങനെ പ്രത്യേകിച്ചൊരു സന്തോഷമൊക്കെ ഉണ്ടാവോ? പിന്നില്ലാതെ. സാധാരണ ഓരോ മനുഷ്യന്റെ ജീവിതവും രണ്ടായി പോക്കാൻ സാധിക്കുമെങ്കിൽ അത് കല്യാണത്തിന് മുമ്പും പിമ്പും എന്ന നിലയിലായിരിക്കും. എന്റെ കാര്യത്തില് അത് വളരെ ശരിയാ. ഇതുവരെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കായിരുന്നു. ഇനി മുതൽ അത് പങ്കുവയ്ക്കാൻ ഒരാൾ കൂടി ഉണ്ടാവും. നീ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഏറ്റവും അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാള്.
മല്ലിൻ വന്നിട്ടുണ്ട്. നീ എന്താടി ഇത്ര വൈകിയത്? നിന്നെ ഒരാളെ മാത്രമേ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ? ട്രാഫിക് ജാമിൽ പെട്ടുപോയി എന്റെ മോളെ. ഇതിപ്പോ നിന്റെ എത്രാമത്തെ കല്യാണം ഒരുക്ക? രണ്ടാമത്തെ അല്ലേ? അടുത്ത തവണ ഞാൻ നേരത്തെ വരാൻ കേട്ടോ. ഒന്ന് പോടി. താങ്ക് യു. എനിക്ക് വേണ്ട ഗൗരിയേച്ചി. വേണ്ടെങ്കിൽ വേണ്ട. ഗൗരിയേച്ചി, നാത്തൂന്റെ കല്യാണമായിട്ട് ഗൗരിയേച്ചി എന്തൊരു ഉത്സാഹം ഇല്ലാതെ? കല്യാണോ? ഇതിവിടെ ഇപ്പൊ എല്ലാ ആഴ്ചയും നടക്കുന്ന ഒരു ചടങ്ങല്ലേ. എന്നാലും ചേച്ചിക്ക് നാത്തൂനോട് സ്നേഹമില്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുക്കാൻ വന്നില്ലേ? ഞാൻ ഒരുക്കാൻ വന്നതൊന്നുമല്ല. വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ ഒരു കപ്പ് ചായ കൊടുക്കുന്നത് ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മല്ലൻ, അതൊന്നും മൈൻഡ് ചെയ്യാൻ നിക്കില്ലേ. അങ്ങനെ ചെയ്താൽ അതിനെ നേരെ ഉണ്ടാവും. അയ്യേ, ഇതെന്തൊരു ഒരുക്കവാടി. ഒരു പോസ്റ്റ് ലുക്കൊക്കെ വേണ്ടേ SP ഹരിശങ്കറിന്റെ അനിയത്തിക്ക്? SP ഹരിശങ്കറിന്റെ അനിയത്തിയാണേലും മാനസ തന്നെയാ. ഇത്രയൊക്കെ മതി. ആ, ഓക്കെ, റെഡി. ഗൗരി ഇല്ലായിരുന്നു നിങ്ങളുടെ കൂടെ? ഇല്ല ഹരിയേട്ടാ. സമയമായല്ലോ. ഇവിടുന്ന് എവിടെ പോയി? നിങ്ങൾ ഇന്ന് കാറിലിരിക്കെ, ഞാനിപ്പോ വരാം. ഹരിയോട് എത്ര പ്രാവശ്യം പറയണം ഞാൻ വരുന്നില്ല എന്നും? ഗൗരി, തീരെ മൈന്യൂട്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇത്ര അഡമന്റ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കരുത്. വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവം. അത് സാധാരണക്കാർക്ക്, ഹരിയുടെ അനിയത്തിക്കല്ല. ഒരിക്കൽ കെട്ടിയൊരുക്കി ഇവിടെ നിന്ന് രാജകീയ പ്രൗഢിയോടെ ഇറക്കി വിട്ടത് അവളെ. ഇനി ഒരു സ്ലം ഡോഗിന്റെ കൂടെ കെട്ടിച്ചു വിടാൻ, ഒരു 3rd സ്റ്റാൻഡേർഡ് സർക്കാർ ഓഫീസിന് മുന്നിൽ ക്യൂ നിൽക്കാൻ കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മകൾ ഗൗരിയെ കിട്ടില്ല. ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണോ? ഹരി, I said it. Just leave me alone, please. ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരമായി? നീയോ? അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. ദേവയാനിയോ? അവരിന്ന് വരില്ലെന്ന് പറഞ്ഞു. മോക്ക് പനിയാണെന്ന്. വേണുവേട്ടാ, വേണുവേട്ടാ, ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? എന്റെ ഏട്ടന്റെ കല്യാണമല്ലേ ഇന്ന്. ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വേണുവേട്ടന് ഇഷ്ടാവില്ലെന്നറിയാം. എന്നാലും എന്റെ ഏട്ടനല്ലേ, ഒന്ന് പോയി കണ്ടോട്ടെ ഞാൻ. നീ പോയിക്കോ മോളെ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം രക്തത്തിലുള്ള സഹോദരനില്ലയോ? പോകുമ്പോ നീ കൈപിടിച്ചോണ്ട് വന്ന ആ വിഴിപ്പിനെയും കൂടെ കൊണ്ടുപോക്കോണം. ഈ പടി ഇറങ്ങിയാ പിന്നെ തിരിച്ചിങ്ങോട്ട് കയറാനും പാടില്ല.
അല്ല പിന്നെ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വരനും കൂട്ടി എത്തിയിട്ടില്ല സാർ, നമുക്ക് അകത്ത് വെയിറ്റ് ചെയ്യാം. സാരമില്ല, അവർ വരട്ടെ. മൈനെ നീങ്ങ വാ. എന്നാ ശരി, നിങ്ങളകത്തേക്ക്. പ്രിയേ, ഞാനിന്ന് ഡ്യൂട്ടിയിലില്ല. ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിന്റെ. ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ ക്ലോസ് ആയ ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ പ്രിയ, ബൈ ബൈ. വണ്ടി നിർത്ത്, ആക്സിഡന്റാ. അയ്യോ, ആളെ അറിയോ? ഒരു പിടിയും കിട്ടുന്നില്ല. കാരണത്തിന് സ്പീഡ് കൂടിയോ എന്നൊരു സംശയം. ഓട്ടടാ, പെട്ടെന്നെത്താനുള്ള കൊതിയുണ്ടല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരെ കൊണ്ട് ഓടിപ്പിക്കണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഓടിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടടാ. പഴയ കാരണവന്മാര് പറയാറില്ലേ, കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദീർഘയാത്ര പോകാൻ പാടില്ല. ശ്രദ്ധ കൂടുതൽ വേണ്ടതും അപകടകരമായ ജോലികൾ ചെയ്യാൻ പാടില്ലെന്നൊക്കെ ഡ്രൈവിങ്ങും അക്കൂട്ടത്തിൽ പെടുന്നതാ. വിവാഹത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള സമയം കഷ്ടകാലമാണെന്നാ വെയ്പ്പ്. അതെന്താണ് അങ്ങനെ? എന്റെ അനുഭവത്തിന് നേരെ മറിച്ച വിവാഹത്തിന് ശേഷമുള്ള മുഴുവൻ സമയവും കഷ്ടകാല. മനുഷ്യനെ പറ്റിക്കാനുള്ള ഓരോ വിശ്വാസങ്ങളെ. അങ്ങനെയല്ലടാ, മിക്ക വിശ്വാസത്തിനും ശാസ്ത്രമുണ്ട്. അതുപോലെ ഈ വിശ്വാസത്തിനുണ്ട് ശാസ്ത്രീയത. കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ
പിന്നെ നമ്മുടെ മനസ്സ് സ്റ്റഡി ആവില്ല. മറ്റ് ദിവാസ്വപ്നങ്ങളിലേക്കും സങ്കല്പ ലോകത്തിലേക്കും ഒക്കെ പോവും. അതുകൊണ്ടാ ദീർഘയാത്ര ചെയ്യുമ്പോഴും അപകടകരമായ ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇപ്പോ ഡ്രൈവിംഗിന്റെ കാര്യം തന്നെ എടുക്കുക. ദിവാസ്വപ്നം വേണ്ട, ഉറക്കക്ഷീണം കൊണ്ട് 1 മിനിറ്റ് കണ്ണം നടഞ്ഞു പോയാ തീർന്നില്ലേ? അതെടാ, അങ്ങനെ എത്ര ആക്സിഡന്റുകളാ. ഒരു മംഗളകർമ്മത്തിന് പോകുമ്പോഴാണോ ആക്സിഡന്റിന്റെ മരണത്തിന്റെ ഒക്കെ കാര്യം പറയുന്നത്? പക്ഷെ മൃതദേഹം നല്ല ശകുനാണെന്നാണല്ലോ വിശ്വാസം. ഒന്ന് മിണ്ടാതിരിക്കടാ. അവൻ പറഞ്ഞോട്ടെ വിജയ് ബാബു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉടനെ സംഭവിക്കണമെന്നുണ്ടോ? നാവിൽ എപ്പോഴാ ഗുളികം വന്ന് കയറുകയെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ആരാ അന്ധവിശ്വാസി, അവനോ അതോ നീയോ? നമ്മൾ 4 ചെറുപ്പക്കാര് ഒരു റോഡിലൂടെ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഡിസ്കസ് ചെയ്യാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ അവന്റെ കല്യാണത്തെ പറ്റി പറഞ്ഞാ? ഓ, അതിനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. അതെന്താടാ? അവർ രണ്ടുപേരും അടച്ചിട്ട് റൂമിൽ ഇരുന്നും കിടന്നും എത്ര വട്ടം ഡിസ്കഷൻ കഴിഞ്ഞതാ. ഇനിയിപ്പോ ഡെലിവറി നോക്കിയാ മതി. ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ? കഷ്ടമായി പോട്ടോ. ഇടിച്ചിട്ട് ആ ഡ്രൈവർ ഓടിക്കളഞ്ഞു. എന്ത് ചെയ്യണം? ആളെ പരിചയമൊന്നുമില്ല. പിടിച്ചോട്ടോ. സ്ട്രെയിറ്റ് വന്ന് ഇടിക്കാന്നാ പറഞ്ഞേ. സംഭവിച്ചെന്നുള്ളതാ. എന്താടി നിന്റെ മുഖത്ത് ടെൻഷൻ? സിദ്ധാർത്ഥ് ഇതുവരെ എത്തിയില്ലല്ലോ മർലിൻ. കണ്ടില്ലേ, ചെക്കനെ കുറച്ചേരം കാണാതിരുന്നപ്പോ പെണ്ണിന്റെ ഒരു വെപ്രാളം. ഇക്കണക്കിന് ഇത്ര നാൾ നീ എങ്ങനെ പിടിച്ചു നിന്നടി? കുറെ നാൾ ഇവള് സിദ്ധാർത്ഥിനെ പിടിച്ച് റൂമിൽ കിടത്തിയിരുന്നല്ലേ? അന്ന് അരുതാത്ത വല്ലതും സംഭവിച്ചോന്നാ ഇപ്പൊ എന്റെ ബലമായ സംശയം. ഒന്ന് പോടി അവിടുന്ന്. നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കുവേ. അല്ലാതെ ഇതുപോലൊരു വെപ്രാളുണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ പെണ്ണുങ്ങൾ ആണുങ്ങളെങ്ങനെ ഇരുമ്പ് കമ്പി പോലെ മുറുക്കി പിടിക്കുക. പിന്നെ ജീവൻ പോവെന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. അയ്യോ എടാ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നേ. നമുക്ക് നോക്കിയിട്ട് വരാം. വാ. നീ ഒന്ന് വെറുതെ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റാ. അതല്ല, ഇത്രയും നേരമായിട്ട് ഒരാൾ വന്നില്ല അവരുടെ സഹായത്തിന്. അതിന് ഇത് പൊതുവഴിയല്ലേ? ഇതിലെ നമ്മൾ മാത്രമല്ലല്ലോ പോകുന്നത്. എല്ലാവരുടെയും പോക്കറ്റിലുണ്ടല്ലോ ഒരു സാധനം, മൊബൈൽ ഫോണ്. അതിൽ 100-ലോ 108-ലോ ഒക്കെ വിളിച്ചാ പറന്നു വരുമല്ലോ ആംബുലൻസ്. അതൊക്കെ ആരെങ്കിലും വിളിച്ചു കാണും. നമുക്ക് പോവാം. എടാ, അങ്ങനെയൊന്നും ഇതിനൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലോ? എത്ര ജീവൻ അതിനകത്ത് കുടികിടക്കുന്ന രൂപമില്ല. സിദ്ധാർത്ഥ, വേണ്ട. ഇന്നത്തെ ദിവസത്തേക്കെങ്കിലും നിന്റെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ഒന്ന് മാറ്റിവെക്കേ. ഇത് എത്രാമത്തെ തവണയാ മാനസയുടെ കല്യാണം മുടങ്ങുന്നത്? എല്ലാ തവണയും നീ തന്നെയായിരുന്നു കാരണം. നീ ഇപ്പൊ ഇവിടെ കാണിക്കുന്നതിന്റെ 100-ലൊന്ന് കാരുണ്യമെങ്കിലും ആ പാവം കുട്ടിയോട് കാണിക്കേ. നിനക്കും നിന്റെ കുടുംബത്തിനും സഹായമല്ലേ ചെയ്തിട്ടുള്ളൂ.
അംബിക എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്? വേണോട്ടാ, ഞാൻ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പറയേ, എന്താണെങ്കിലും വേണോട്ടനോട് പറയേ. ഞാൻ പൊയ്ക്കോട്ടെ വേണോട്ട കല്യാണത്തിന്. കല്യാണം കഴിഞ്ഞിട്ട് നീ ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞല്ലേ? അരുതെന്ന് പറയുന്നില്ല. ഞാനും വരാം നിന്റെ കൂടെ.